ഹലോ, ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് ജായിന്റെ ഫസ്റ്റ് ഔട്ടിംഗ് ആണ്. അപ്പം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 6 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോ ഫ്രണ്ടില് ജാസിയും ജാസിന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ജാസി, ഹലോ. ഹായ്. അരുണ് ഭയങ്കരമായ ഡ്രൈവിങ്ങിലാണ്. അപ്പം ബാക്കി വിശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. ജാസി, ഇപ്പൊ ഒരു 1.5 മാസമായിട്ട് നമ്മുടെ ലൈഫിലുള്ള ഭയങ്കരമായിട്ടുള്ള ആ ഒരു ചേഞ്ച് പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് ഏറ്റവും വലിയ ചേഞ്ച് പറയാ ജായി വന്നതിന് ശേഷമുള്ള ജാസിക്കുള്ള ഫീല് അങ്ങനെ എന്തെങ്കിലും? രാത്രി കരച്ചിലേക്കാം, പിന്നെ ബുദ്ധിമുട്ടാവും, പിന്നെ ടോട്ടലി രസം. അല്ല, നമ്മൾക്ക് രണ്ടാളെ ഇടയിലേക്ക് ഒരു മൂന്നാമത്തെ ഒരാൾ വന്നപ്പോ എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ലേശം അങ്ങോട്ട് നീക്കി നിർത്തേണ്ടി വരും രാത്രി ചില സമയത്ത്. പ്രയോറിറ്റി മാറുണ്ടോ? ചില നീക്കാൻ പറഞ്ഞ് നിർത്തേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഹാപ്പി അല്ലേ? നമ്മളിതാ ഹോസ്പിറ്റലിലെത്തി. ഞാൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലേബർ റൂമിലേനു. അതുകൊണ്ട് തന്നെ മാഡത്തിന് നല്ലോണം അറിയാം. ഭയങ്കര നല്ല സ്നേഹമുള്ള മാഡാണ്, സ്റ്റാഫിനോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാഡത്തിനെ കൺസൾട്ട് ചെയ്തത്. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോകുമ്പോഴേ ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഡത്തിനെ കാണിക്കും എന്നുള്ളത്. അങ്ങനെ നമ്മൾ വെയിറ്റിംഗിലാണ് നമ്മളെ വിളിക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ ഫ്രണ്ടാണ്. ഓളെയും കണ്ട് ഓള് ബേബിനെ ആദ്യമായിട്ട് കാണാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഓളെ ഭാഗത്തുണ്ട്. പക്ഷെ മാസ്ക് ഇടണില്ല, ഞാൻ പിടിച്ചു വലിച്ചുകൂടിയുണ്ട്. ഓള് കുറച്ചു നേരം ബേബിനെ കളിപ്പിച്ചപ്പോഴത്തേക്ക് മാഡം വന്ന്. മാഡം ലേബർ റൂമിലേനു നമ്മൾ വന്ന സമയത്ത്. ഇപ്പതാ ഒ പിയിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളെ തന്നെ വിളിച്ചിട്ടുണ്ടേനു. അങ്ങനെ ബേബിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, പേരൊക്കെ ചോദിച്ചു, എന്നെ ചെക്ക് ചെയ്തു. ഞാൻ ഓക്കെയാണ്. അങ്ങനെ മാഡത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ലേബർ റൂമിൽ പോയി. ഇത് ലേബർ റൂമിലുള്ള ഡ്യൂട്ടി ഡോക്ടറാണ്. അങ്ങനെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ കൺസൾട്ടേഷൻ കഴിഞ്ഞു. നമ്മളിതാ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവാം. ടൈം ഇപ്പം 1:15 അപ്പം ഇത് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി വിചാരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി അവിടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് മേ ബി നമ്മൾ കുറച്ച് ലേറ്റ് ആവും വീട്ടിൽ പോവാൻ. കാരണം വീട്ടിൽ ഉമ്മയും പറവിയും ഇല്ല. സോ നമ്മള് അത് പ്രശ്നമില്ല, ചാവി അവിടെ ഉണ്ടാവും. ചിലപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കും. കാരണം ഞാൻ 1.5 മാസത്തിന് ശേഷമാണ് ഒന്ന് പുറത്തിറങ്ങിയത്. എനിക്ക് പുറം ലോകം കാണുമ്പോ ഇപ്പൊ എന്തൊക്കെയോ ഫീലാണ്. എത്ര ദിവസമായി ഞാൻ വീട്ടിനുള്ളിൽ അങ്ങനെ ഇരിക്കാത്ത ആളാണ്. അങ്ങനത്തെ ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ പുറത്തിറങ്ങിയപ്പോ എനിക്ക് വേറെ എന്തൊക്കെയോ ഒരു ഫീല്. നല്ല നട്ട കുരുക്കുന്ന ചൂടാണ്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഫീൽ. പുറത്ത് നോക്കുമ്പോ ലൈറ്റ് കാണുമ്പോ ഭയങ്കര രസം. ഞാൻ വിചാരിക്കുന്നു കൊണ്ടുപോകാറില്ല, പക്ഷെ എനിക്ക് മാക്സിമം ട്രൈ ചെയ്യും. കുറച്ച് 2-3 റൗണ്ട് അടിക്കാൻ വേണ്ടിട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുമ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള സമയത്തും ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോണ സമയത്ത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ബോംബെ ഹോട്ടലിൽ വന്നിട്ട് ബിരിയാണി കഴിക്കാം. അവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ്. റഹ്മത്തിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കിഷ്ടം ബോംബെ ഹോട്ടലിലത്തെ ബിരിയാണി. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും ബോംബെ ഹോട്ടലിൽ. നമ്മൾ പോണ സമയം 1:15 സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, അത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ലേനു. എന്നെ സംബന്ധിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ ബിരിയാണി കഴിക്കുള്ളൂ. കാരണം എനിക്ക് അതാണ് ഇഷ്ടം. ഇവിടുത്തെ ബിരിയാണി കഴിക്കാനാണ് എനിക്കിഷ്ടം. കഴിഞ്ഞ പ്രാവശ്യം മീൻസ് ലാസ്റ്റ് ഡേ നമ്മൾ വന്നപ്പോൾ ഞാനും ജാസിയോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നിപ്പോൾ നമ്മളെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട്. പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഹാഫ് ബിരിയാണി എനിക്ക് പോവുള്ളൂ, അത്രേ തിന്നാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം ഫുൾ ബിരിയാണിയൊക്കെ തിന്നാൻ പറ്റുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാ കഴിക്കുന്ന പോലെ തന്നെ. ടേസ്റ്റ് കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല. സാധാ നോർമലി കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടേനു. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഇവിടെ ഇഷ്ടം. അതുപോലെ നല്ലതൊക്കെയാണ് ചേഞ്ചസ്. ആദ്യം നമ്മൾ ഫ്രീ ആയിരുന്നു, ഇതാണ് ഭയങ്കരമായ ചേഞ്ച്.
കണ്ടോ അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മള് പിന്നെ വേഗം നേരെ വീട്ടിലേക്ക് തന്നെ പോയി. നേരത്തെ പറഞ്ഞ റൗണ്ടിങ്സ് നടന്നില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഇത് സൈൻ്റെ ഔട്ടിംഗ് എന്ന് പറയാനൊന്നുമില്ല. എനിക്കും സഹിക്കും ഇപ്പൊ ഹോസ്പിറ്റലിൽ പോണതൊക്കെ ഔട്ടിംഗ് തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു സപ്പോർട്ട്. ഓക്കെ, ബൈ.